ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു LED ടോർച്ചാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്വിച്ചിനന്ന് ഈ കംപ്ലൈൻറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കത്തുന്നതും ചില സമയത്താണെങ്കിൽ ഇത് കത്തത്തില്ല. നമ്മൾ സ്വിച്ചിൽ എത്ര ഞെക്കിയാലും ഇത് കത്തത്തുമില്ല. ഇതിങ്ങനെ വരുന്നതിൻ്റെ സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് തന്നെ ഒന്നെങ്കിൽ നമുക്ക് സ്വിച്ച് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കതൊന്ന് റിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ റിപ്പയർ ചെയ്തിട്ട് പറ്റിയില്ലെങ്കിൽ മാത്രം നമുക്കത് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ അത് നമുക്കൊന്ന് റിപ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കത് അഴിച്ചെടുക്കാം. അതിന് വേറെ ടൂൾസൊന്നും വേണ്ട. കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇതഴിഞ്ഞ് വരും. അതിൻ്റെ ഹാൻഡിൽ നമുക്കിങ്ങനെ അഴിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അഴിച്ചെടുത്തിട്ട് ഇതിനകത്ത് ബാറ്ററിയൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ചതുപോലെ തന്നെ ഇട്ട് വെച്ചേക്കാം. ഇതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു ഭാഗം മൊത്തം നമുക്ക് അഴിച്ചെടുക്കണം. അപ്പോൾ അതിനിങ്ങനെ കൈ കൊണ്ട് തിരിച്ച് ഇങ്ങനെ കറക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ എല്ലാം ഊരി വരും. അങ്ങനെ അതും നമ്മൾ അതിൻ്റെ മേളത്തെ ഭാഗം ഊരി എടുത്തിട്ട് ഇതിനകത്തൊരു റൗണ്ടിൽ ഒരു റിങ് പോലെ സംഭവം വരും. അപ്പോൾ അത് നമുക്ക് കൈ കൊണ്ട് അതും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഒരുപാട് ടൈറ്റൊന്നും ചെയ്ത് വെച്ചേക്കുമല്ല. ജസ്റ്റ് ഇതുപോലെ നഖം വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ഊരി വരും. അങ്ങനെ നമ്മൾ അതും ഊരി എടുത്തിട്ടുണ്ട്. പിന്നെ അത് ബാക്കി നമുക്കിങ്ങനെ ബാക്കി ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ടൊന്ന് തള്ളിക്കഴിഞ്ഞാൽ അത് ഊരി വരും. അങ്ങനെ നമ്മളത് ഊരി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇതൊരു അടപ്പ് ഇങ്ങനെ വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അത് ഇങ്ങനെ ബാറ്ററിയോട് ആ ഒരു കണക്ഷൻ വരുന്ന ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഇളകി വരും. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് ഇത് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ അതും ഇളക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ അത് മൊത്തം ഇളക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ബോർഡ് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്ലാക്ക് സംഭവം ഇതാ അതിൻ്റെ സ്വിച്ച് വരുന്നത്. അപ്പോൾ ഈ സ്വിച്ച് നമുക്ക് അഴിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു സേഫ്റ്റി പിന്നിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ 3 സൈഡിലും ചെറിയ ഹോൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഹോളിനകത്തോട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ട് അത് മേലിലോട്ടൊന്ന് തിക്കിയെടുത്താൽ മതി. അങ്ങനെ 3 സൈഡിൽ നമ്മൾ ഒരുപോലെ ചെയ്യണം. അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ആ ഒരു ലെഗൊക്കെ പൊട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചിടാനൊന്നും പറ്റത്തില്ല. അത് ലൂസായി പോവും. അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്തിരിക്കുന്നുണ്ട് ആ ഒരു സ്വിച്ച് നല്ലതായിട്ട് നമുക്കത് വർക്കാവുന്നത്. അങ്ങനെ ഇപ്പോൾ അത് ഇളകി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കൈ വെച്ച് മേപ്പോട്ടൊന്ന് പൊക്കിക്കഴിഞ്ഞാൽ അത് ഊരി വരും. അപ്പോൾ ഇത് ഇളക്കിയെടുക്കുമ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതൊന്ന് പൊട്ടിപ്പോകാതെ നോക്കണം. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മളിപ്പോൾ അത് പൊട്ടാതെ തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തുള്ള സ്വിച്ച് നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്ത് 2 പ്ലാസ്റ്റിക്കിൻ്റെ 2 ബട്ടൺസാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 എണ്ണം വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതും അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി വരുന്നതിനകത്ത് മെറ്റലിൻ്റെ ഒരു 4 ലെഗ് വരുന്നൊരു റൗണ്ടിൽ സംഭവമുണ്ട്. അപ്പോൾ ഈ കാണുന്ന സാധനം അത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന സ്പ്രിങ്. ആ സ്പ്രിങ്ങിനകത്ത് ഈ 4 ലെഗ് വരുന്ന സാധനം കിടന്ന് കറങ്ങുമ്പോഴാണ് ഇത് വർക്കാവുന്നത്, നമ്മുടെ ലൈറ്റ് കത്തുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ സ്വിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ കറങ്ങും. എന്നിട്ട് ഒരേ ലെഗ് ഇങ്ങനെ വന്നിട്ട് ആ ഒരു മെറ്റലിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ ടച്ച് ചെയ്യും. അപ്പോൾ ആ ടച്ച് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തും. പിന്നെ നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ സ്വിച്ച് ഇത് ഓഫാകും. അപ്പോൾ അത് ഇങ്ങനെ ആ ഒരു ലെഗ് അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ലൈറ്റ് ഓഫാകും. അപ്പോൾ അതിങ്ങനെ ഇരിക്കുമ്പോൾ ലൈറ്റ് ഓഫാകും. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ ലെഗ് വന്ന് അത് ടച്ച് ചെയ്യുമ്പോൾ ലൈറ്റ് കത്തും. അന്നേരം നമ്മളിത് കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ലൂസാകുകയൊക്കെ ചെയ്യും. അപ്പോൾ ലൂസായി കഴിയുമ്പോഴത്തേക്ക് ഇത് കത്താതെ വരും. ഇത് ഫ്രീ ആയിട്ട് കിടന്ന് കറങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം ഒന്ന് താപ്പോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ നിൽക്കും. അപ്പോൾ അങ്ങനെ ആ ടച്ച് ചെയ്ത് നല്ല സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയിൽ നമ്മളത് വെച്ച് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് അത് നിൽക്കുന്നുണ്ട്, സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത് പ്രസ് ചെയ്ത് കഴിയുമ്പോഴേ അത് തിരിച്ച് കറങ്ങി വരത്തുള്ളൂ. ഇനി നമ്മൾ നേരത്തെ അഴിച്ചു വെച്ച ആ പ്ലാസ്റ്റിക്കിൻ്റെ ബട്ടണൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ബട്ടൺ ഇടുമ്പോൾ അതിനകത്തൊരു 4 ലെഗ് അതിനകത്തും വരുന്നുണ്ട്. അപ്പോൾ ആ 4 ലെഗ് ഈ മെറ്റലിൻ്റെ ആ ഒരു 4 ലെഗിന് നേരെ ഇരിക്കണം. ആ ലെഗിൻ്റെ നേരെ തന്നെ ഇതിൻ്റെ ലെഗ് വന്നിരിക്കണം. എങ്ങനെയാണെങ്കിലും അത് അടയത്തുള്ളൂ, അത് വർക്കാവത്തുള്ളൂ. അപ്പോൾ ആ രണ്ടാമത്തെ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് എങ്ങനെയാണ് ഇരിക്കുന്നതൊക്കെ. അങ്ങനെ ആ ബട്ടൺ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് വരുന്ന ആ ക്യാപ്പും കൂടി വെച്ച് അടച്ച് വെക്കുക. അപ്പോൾ ആ ക്യാപ്പ് അടയ്ക്കുന്ന സമയത്ത് ഇതിനകത്താണെങ്കിൽ ഒരു കട്ടിങ് പോലെ വരുന്നത്, അത് നമ്മുടെ ആ ഒരു ബോർഡിനകത്ത് ഒരു കട്ടിങ് വരും, ബോർഡിൻ്റെ ആ ഒരു ബോർഡായി ഇരിക്കുന്ന സംഭവത്തിനകത്തും. അപ്പോൾ അതിനകത്ത് അത് കയറി കിടക്കുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ കയറിപ്പോകണം. അത് കയറിപ്പോയില്ലെങ്കിൽ ഒരുപാട് പ്രസ് ചെയ്ത് തള്ളിക്കയറ്റാൻ നോക്കരുത്. അത് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അത് കയറിയില്ലെങ്കിൽ അതിനർത്ഥം അത് കറക്റ്റായിട്ടല്ല വീണേന്നുള്ളത്. അപ്പം തിരിച്ചിട്ട് നോക്കണം. ഇപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് തന്നെ ഇട്ട് സ്വിച്ചെല്ലാം വർക്കാവും. നേരത്തെ നമ്മൾ ഈ ബോർഡിൽ നിന്ന് അഴിച്ചെടുത്ത് ആ ഒരു കവറിങ്ങൊക്കെ നമുക്കത് തിരിച്ച് ഇട്ട് കൊടുക്കാം.
അപ്പോൾ അതെല്ലാം നമ്മൾ അഴിച്ചെടുത്ത പോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി മറ്റേ ഒരു ട്യൂബ് പോലത്തെ സംഭവത്തിനകത്തോട്ട് നമുക്കിത് അത് കയറ്റണം. അപ്പോൾ അത് കയറ്റുന്ന സമയത്ത് നമ്മുടെ ഒരു സ്വിച്ച് വരുന്ന ആ ഒരു ഭാഗത്തോട്ട് തന്നെ വേണം കയറ്റി വെക്കാൻ. സ്വിച്ചിൻ്റെ നേർക്ക് തന്നെ വരണം, ഇല്ലെങ്കിൽ തിരിഞ്ഞു പോകരുത്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് അതിനകത്തോട്ട് പ്രസ് ചെയ്ത് കയറ്റി വെക്കാം. അങ്ങനെ നമ്മളത് പ്രസ് ചെയ്ത് അതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു സ്വിച്ച് വർക്ക് ആകുമോ നമുക്ക് നോക്കാം. അങ്ങനെ സ്വിച്ച് വർക്ക് ആവുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത ആ റിങ്, അപ്പോൾ അതും അതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാം. ചുമ്മാ ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി, ഓവറായിട്ടൊന്നും ടൈറ്റ് ചെയ്യണ്ട. ചുമ്മാ ഒന്ന് കൊള്ളിച്ച് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ അതും വെച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ആ ഒരു ബാറ്ററിയും ആ ട്യൂബൊക്കെ വരുന്നത് അത് നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ആ ഒരു മേലത്തെ ഗ്ലാസും കൂടി ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഗ്ലാസും കൂടി ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു സ്വിച്ചും കൂടി അത് ഓൺ ആകുമെന്ന് നോക്കാം. അപ്പോൾ സ്വിച്ച് നമ്മൾ നോക്കുന്നുണ്ട്, സ്വിച്ച് ഓൺ ആകുന്നുണ്ട്, കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. നേരത്തെ കൂട്ടി ബ്ലിങ്ക് ചെയ്യുന്നൊന്നുമില്ല, ഒറ്റയടിക്ക് തന്നെ ഓണും ആകുന്നുണ്ട്. ഇതുപോലെ ടോർച്ചിൻ്റെ സ്വിച്ചിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വല്ലതും വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് റിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ റിപ്പയർ ചെയ്തിട്ടും കംപ്ലയിൻറ്റ് മാറിയില്ലെങ്കിൽ മാത്രം നമുക്കത് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണെങ്കിൽ എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്.